ഇത്തവണത്തെ ബിഗ് ബോസിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന കുറെ എണ്ണം. ഇത്രയും സീസണുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫുഡിന് വേണ്ടി വഴക്കുണ്ടാകുന്ന ഒരു സീസൺ ഉണ്ടായിട്ടില്ല. ഫുഡ് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി, അപ്പൊ തന്നെ അങ്ങ് തുടങ്ങും വഴക്ക്. ഏതാണ്ട് തിന്നാനും കുടിക്കാനും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നാണൊക്കെ ഓരോരുത്തരുടെ പ്രകടനം. ഇപ്പൊ ഒരു 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഏടിന്റെ പണിയുമായിട്ടാണ് നീങ്ങുന്നത്. കുറച്ച് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഫുഡിന്റെ കാര്യത്തിൽ നടക്കത്തുള്ളൂ. ഓൾറെഡി അവിടെ വഴക്കാണ്. കാരണം എല്ലാ സീസണിലും ഫുഡിന് കുറച്ച് കൊടുക്കത്തുള്ളൂ. ഈ വർഷവും അതേപോലെയാണ്. ഇതുപോലെ ഫുഡിന് വേണ്ടി വഴക്കിടുന്ന ഒരു സീസണ് ഞാൻ കണ്ടിട്ടില്ല. അതും അനുമോള ഫുഡിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് പിന്നെ അങ്ങ് ആധിപത്യമാണ്. അനുമോള് പറയുന്ന കണക്കാണ് എല്ലാം ചെയ്യാൻ. അനുമോള് വിചാരിക്കുന്ന കണക്കാണ് എല്ലാം ചെയ്യാനായിട്ട്. ഇതാണ് അനുമോളുടെ സ്ഥാനം. അപ്പൊ കുറെ ന്യായങ്ങൾ അനുമോൾ അങ്ങ് വരുത്തും. ഫുഡല്ലയോ, ആക്രാന്തം കാണിക്കാവോ, ഇങ്ങനാണോ ചെയ്യേണ്ടുന്നത്, അങ്ങനാണോ ചെയ്യേണ്ടുന്നത്, എല്ലാവർക്കും കൊടുക്കണ്ടേ, ഞാൻ നല്ലതുപോലെ കൊടുക്കാറില്ലേ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങും അനുമോളുടെ ബഹളം. ഇപ്പൊ വന്ന് കാണുമ്പോൾ ദേഷ്യം വരും. എങ്ങനെയായാലും അനുമോളെ ആ കിച്ചണിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. കിച്ചണിൽ നിർത്തുകയേ ചെയ്യരുത്. കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തം സർവാധികാരം തന്റെ മേലെയാണെന്നൊരു ധാരണയുണ്ട് അനുമോൾക്ക്. വിളമ്പുമ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ വിളമ്പി തന്നെ കൊടുക്കണമെന്ന വാശിയാണ്. എന്നിട്ട് അനുമോള് വിളമ്പാൻ നിൽക്കുമ്പോൾ കാണാം അവിടെ തന്നെ ഒന്നാമതാണ് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര വഴക്ക് കിടക്കുന്നിടുക. അത് എങ്ങനെയായാലും അത് അടിച്ചു മാറ്റി തിന്നാൻ വേണ്ടിയാണ് അവിടെ മിക്കവാറും ആൾക്കാർ നടക്കുന്നത്. അത് തന്നെയല്ലേ മട്ടന്റെ കാര്യത്തിലൊരു പ്രശ്നം അവിടെ നടന്നത്. അതുപോലെ തന്നെ ഇന്നലെ ലാലേട്ടൻ കൊണ്ടുവന്ന് ലാലേട്ടന് ആ അവാർഡ് കിട്ടിയതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും ഒരു കേക്ക് വിതരണം കൊടുത്തപ്പോഴാണ് അതുപോലെ നേരെ ചൊവ്വെ കഴിക്കാനും അവർക്കറിയത്തില്ല. എല്ലാ എണ്ണവും കൂടെ വന്ന് കൈയിട്ട് വാരി തിന്നുന്ന്, തവി കൊണ്ടുവന്നിട്ട് ഇളക്കി വാരി തിന്നുന്ന്. എന്നാൽ ആരെങ്കിലും ഒന്ന് ക്യാപ്റ്റൻ എന്ന് പറയുന്നതിൽ നിൽക്കുന്നവരാരെങ്കിലും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അത് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോരുത്തർ എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുപോലും ക്യാപ്റ്റൻ പോലും അങ്ങനെ ഒരു ചിട്ട കൊണ്ടുവരുന്നില്ല. ഇതെല്ലാവരും കൂടെ